നമസ്കാരം. ഈ ഇരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുന്നവന്മാർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണെന്നല്ലേ? ദാ ഇപ്പൊ പറയാം. വിശദമായ ഒരു പത്ര പരിശോധനയ്ക്കിടയിലാണ് മനോരമയുടെ പുതിയ പരസ്യവാചകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലയാള മനോരമ, സത്യം രാവിലെ അറിയാം. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഈ പരസ്യവാക്യത്തിലെ വ്യാകരണ പരിശോധനയ്ക്ക് ഏതായാലും ഇപ്പോൾ ഞാൻ മുതിർന്നൊന്നുമില്ല. സത്യം രാവിലെ തന്നെ അറിയാം എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്. ഈ രാവും രാവിലെ നിലാവും അതുപോലെ രാവിലെ പ്രയോഗത്തിന്റെ സാങ്കത്യവും ഞാനിപ്പോൾ എന്തായാലും ചർച്ചയ്ക്കെടുക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. പ്രാസമോ താളബോധമോ ആകർഷണീയതയോ ഒക്കെയുമോ ചോർത്തിക്കളഞ്ഞ് തട്ടിക്കൂട്ടിയ ഈ പരസ്യവാക്യം കേട്ടപ്പോഴേ തോന്നി, ഇത് എവിടെ നിന്നോ ചൂണ്ടി വികൃതമാക്കിയതാണല്ലോ. കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വേറെ പണിയില്ലേ? ഏതാണെന്നല്ലേ? നേരറിയാൻ നേരത്തെ അറിയാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്നാൽ ഇത് നമ്മുടെ ദേശാഭിമാനിയുടെ പ്രശസ്തമായ പരസ്യവാക്യമാണെന്ന്. പരസ്യവാക്യം എന്ന നിലയിൽ നിർമ്മിതിയിൽ വളരെ മികച്ചു നിൽക്കുന്നതാണ് ഇത് തയ്യാറാക്കിയത് ദേശാഭിമാനിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന പ്രതിഭാധനരായ ഏതോ പത്രപ്രവർത്തകനാണ് എന്നാണ് എന്റെ ഒരു അറിവ് കേട്ടോ. ദേശാഭിമാനിയുടെ ഈ പരസ്യവാക്യത്തെ വികൃതമായി ഭേദഗതി ചെയ്ത് അങ്ങ് മനോരമ ഇറക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്നല്ലേ? സത്യം രാവിലെ അറിയാം. അതായത് നേര് എന്നുള്ള ദേശാഭിമാനിയെ സത്യമാക്കി, നേരത്തെ എന്നുള്ളതിനെ രാവിലെയാക്കി, അറിയാൻ എന്നുള്ളതിനെ അറിയാമെന്നാക്കി. വാവ്, എന്താ മാറ്റം! ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ വികൃതമായ കോപ്പിയടി നമ്മുടെ പത്രമുത്തശ്ശിയായ മനോരമയിൽ എങ്ങനെ വന്നു പെട്ടു എന്നാണപ്പാ മനസ്സിലാവാത്തത്. നീ ഇത്രല്ലേ കണ്ടോളൂ. അല്ല, ഇപ്പോഴും ചുരുക്കം ചില പ്രതിഭാധനന്മാരായ പത്രപ്രവർത്തകരൊക്കെ മനോരമയിൽ ബാക്കിയുണ്ടല്ലോ എന്ന ചിന്തയും കൂടെ ഇനി മാറ്റേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ സംശയം. ഇനിയിപ്പോ അവിടുത്തെ പത്രജീവനക്കാരെയൊക്കെ വിളിച്ച് നല്ലൊരു പരസ്യവാക്യം പോലും തയ്യാറാക്കാൻ കഴിവില്ലാത്ത വിധം ഭാഷാസ്വാധീനം ഇല്ലാത്ത വണ്ണം ഗതികേടിലായി പോയോ മനോരമ എന്നായേണ്ടിയിരിക്കുന്നു. അല്ല, ആരാഞ്ഞു. അങ്ങനെ അങ്ങ് ആരാഞ്ഞപ്പത്തേനും അവിടുന്ന് വന്ന മറുപടി വളരെ ദയനീയവും പരിതാപകരവും നിസ്സഹായത കലർന്നതുമൊക്കെയായിരുന്നു. എന്ത് ചെയ്യാനാണെന്നേ? ഒപ്പിച്ചത് PR ടീമാണത്രേ. ഓരോരോ PR ടീമുകൾ ഒപ്പിക്കുന്ന പണിയേ. മനുഷ്യരെ നാണം കെടുത്താനായിട്ട്. അല്ലെങ്കിലും ഈ പരസ്യവാചകം തയ്യാറാക്കലല്ലോ നമ്മുടെ പത്രപ്രവർത്തകരുടെ പണി. ഏത്? അതന്നെ. അങ്ങനെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. യാതൊരു പ്രതിഭയും ഭാഷാ നൈപുണിയും സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ധാരണകളും ഭാവനാ സമ്പന്നതയും സഹൃദയത്വവും നിലപാടുകളും എന്തിന് പലപ്പോഴും സാമാന്യ ബുദ്ധിയും തോറ്റലില്ലാത്ത ഈ പരസ്യ കമ്പനികളും PR ഏജൻസികളുമാണ് പതിറ്റാണ്ടുകളായി തലയെടുപ്പും പാരമ്പര്യവും മികവും ഒക്കെ നേടി എന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എന്തിന് വെവ്വേറെ നേതാക്കളുടെ വരെ പരസ്യവാക്യങ്ങളും പ്രചരണ തന്ത്രങ്ങളും മട്ടും മാതിരിയും ഒക്കെ ഈ തട്ടിക്കൂട്ടുന്നതെന്ന് വരികൾ എഴുതലാണ്. ഈ പരിമിത വിഭവന്മാരായ PR ഏജൻസികളുടെ ലീലാവിലാസങ്ങളിൽ ചെറിയ ഇനം മാത്രമാണ് മനോരമയുടെ പുതിയ പരസ്യ വാക്യത്തിലൂടെ പ്രകടമായത് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്നിട്ട് ഇത്തരം ഏജൻസികൾ തട്ടിക്കൂട്ടുന്ന അന്തസാരാശൂന്യങ്ങളും അബദ്ധ ജടിലവും ആയ പ്രസംഗങ്ങളും ശരീരഭാഷയും ഒക്കെ അവതരിപ്പിച്ച് അപഹാസ്യരാകുന്ന നേതാക്കൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. ഒരു കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ PR ഏജൻസി നമ്മുടെ പിണറായിക്കിട്ട് ഒപ്പിച്ച ഒരു പണി ആരും മറന്നു കാണില്ല. എന്തായാലും ഇതിലൂടെ അതത് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല പരിഹാസരാകുന്നത്, അവർ പ്രതിനിധാനം ചെയ്യുന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം പേർന്ന രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാണെന്ന് ഓർക്കേണ്ടയോ നിങ്ങളൊക്കെ? അഡ്വർടൈസ്മെന്റിനെ പറ്റിയ ഒന്ന് രണ്ട് ക്യാപ്ഷൻസ് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ അത്ര വലിയ ആളുകളല്ലേ? സമാനമായ സാഹചര്യമാണ് മനോരമയ്ക്ക് ഇപ്പോൾ എന്തായാലും വന്നു വിട്ടിരിക്കുന്നത്. എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി. ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും. നാണം കെട്ടത് PR കമ്പനിയോ അവരെ ഏൽപ്പിച്ച മുതലാളിയോ മാത്രമല്ല, ആ പ്രസ്ഥാനം ഒന്നടങ്കമാണെന്ന് ഈ ഏൽപ്പിക്കുന്നവരും കൂടെ ചിന്തിക്കണ്ടേ?
അതിലെ അമർഷവും നിസ്സഹായതയും പാവം മനോരമയിലെ സുഹൃത്തുക്കളിലും ഒക്കെ ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കഴിവും പ്രാപ്തിയും പ്രതിഭയും പ്രത്യുൽപ്പന്നമതിത്വവും ഒക്കെയുള്ള ആഭ്യന്തര ഘടകങ്ങളുടെ സേവനം അവിശ്വസിച്ച് പ്രയോജനപ്പെടുത്താതെ പൂർണ്ണമായും ശുഷ്കബുദ്ധികളായ PR ഏജൻസികളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ശൈലിയെ പ്രതി പൊതുസമൂഹവുമായി ഇടപെടുന്ന സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ വീണ്ടും വിചാരത്തിന് തയ്യാറാകണം എന്നാണ്. എങ്കിൽ കൂട്ടുത്തരവാദിത്വവും ഐക്യവും കൂടി പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. NB PR ഏജൻസികൾ തങ്ങൾക്ക് വർക്ക് തരുന്നവരെ പ്രീണിപ്പിക്കാനായി നിർദ്ദേശിക്കുന്ന എന്റേതല്ല എന്റെ ഫുൾ ഫിഗർ ഈ സ്ട്രാറ്റജികളും അതുപോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് സ്ട്രാറ്റജികളും മോഷണ പരസ്യങ്ങളും ആത്യന്തികമായി ഏതൊരു സ്ഥാപനത്തിനും ഗുണകരം ആകും എന്ന് തോന്നുന്നേയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. വൃന്ദാവി നായർ, മലയോരം ന്യൂസ്.